ഇൻഷുറൻസും ടാക്സും ഇല്ലാത്ത ജീപ്പിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയ ഡ്രൈവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പൂട്ട്. ജീപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതോടെ പെരുവഴിയിലായ കുട്ടികളെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക വാഹനത്തിൽ വീട്ടിൽ കൊണ്ടെത്തിച്ചു. കൊല്ലം അഞ്ചലിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം. ഈ സ്കൂൾ കുട്ടികൾക്ക് മോട്ടോർ വാഹന വകുപ്പിലെ മാമന്മാരുടെ കൈത്താങ്ങ്. സ്കൂൾ കുട്ടികളെ വാഹനങ്ങളിൽ കുത്തിനിറച്ചുകൊണ്ട് പോകരുതെന്ന് നേരത്തെ നിർദ്ദേശമുള്ളതാണ്. ആ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ? പരിശോധനയിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. കുട്ടികളെ കുത്തിനിറച്ചെത്തിയ ജീപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. പരിശോധിച്ചു. ഉദ്യോഗസ്ഥർ ഞെട്ടി. ജീപ്പിന് ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല. ഡ്രൈവർക്ക് ലൈസൻസ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുമില്ല. ജീപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം തലപൊക്കിയത്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ സുരക്ഷിതമായി വീടെത്തിക്കും? ഉടൻ തന്നെ തീരുമാനം വന്നു. 20ഓളം കുട്ടികളെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വാഹനത്തിൽ വീടുകളിൽ എത്തിച്ചു. സാഹചര്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവരൊരു അറേഞ്ച്മെന്റ് ഡ്രൈവർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ തന്നെ സ്കൂള് വിട്ടതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞു. അപ്പം പേരൻസ് പാനിക്കാവുമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ പെട്ടെന്ന് ഒരു നമ്മുടെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഉദ്യോഗസ്ഥരുടെ നല്ല കരുതലിന് രക്ഷിതാക്കളുടെ ബിഗ് സല്യൂട്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ, ഇൻഷുറൻസോടെ ഇത് ഇങ്ങനെ 2 വർഷം കൊണ്ട് പോകുന്നു. അതുകൊണ്ട് സ്ഥിരം കുട്ടികളെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇതുണ്ടെന്നുള്ളത് നമ്മുടെ വിശ്വാസം. വരും ദിവസങ്ങളിലും സ്കൂൾ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങളിൽ പരിശോധന നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.